ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്റ്റുകൾ പറഞ്ഞു. പക്ഷേ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് പിന്നെ ജനൻ ടിവിയുടെ പ്രക്ഷോഭം പറയുന്നത് താങ്കളുടെ ചങ്കാണല്ലോ. കാരണം പാലക്കാട്ട് ഏത് താങ്കളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും താങ്കളുടെ വലതുവശത്ത് പ്രക്ഷോഭം ഉണ്ടാവും. അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭമാണ് പറയുന്നത്, കാരണം താങ്കളുടെ വലം കൈയായിരുന്നു. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ സ്വീകരിക്കുക. ഓഡിയോയിലാണ് പറയുന്നത്, പ്രക്ഷോഭിന്റെ ഓഡിയോയിലാണ്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണ്ട. താങ്കൾക്കെതിരെയുള്ള ആരോപണത്തിൽ ഈ ഓഡിയോയിൽ ഏതായാലും ഒരു കൃത്യമായ മറുപടി ഇല്ല. ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് അതിന് വെറുതെ. അതായത് പ്രക്ഷോഭ് താങ്കളുടെ അരുമ ശിഷ്യനായിരുന്നു. 100% താങ്കളുടെ അരുമ ശിഷ്യൻ. 100%. അദ്ദേഹം പറയുന്നത് കൂടെ കിടന്നവനെ രാപ്പനി ഉണ്ടാവും അറിയുള്ളൂ എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രിജ്ഭൂഷൺ ചെയ്തതിന് നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ടി വരുമല്ലോ. ആ വിഷയത്തെ പറഞ്ഞ് ഇതിനെ ഓട്ടയടിക്കാനല്ലോ വേണ്ട. ഇതിലുള്ള മറുപടി ഇന്ത്യയുടെ മറുപടി പറഞ്ഞു. പറമ്പിൽ അഴിമതി നടത്താൻ പറഞ്ഞു, പ്രേരിപ്പിച്ചു. അതും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടാണ് നിരന്തരം പറയുന്നത്. അല്ല, വളരെ കൃത്യമായിട്ട് പിന്നെ ഞാൻ മറുപടി പറഞ്ഞു. പീഡനം നടത്തുമ്പോൾ അതിൽ താങ്കൾക്ക് പ്രശ്നമില്ല. എന്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുക എന്താ ചേട്ടാ? കുറച്ച് അങ്ങനെയാണ്. ആ ഓഡിയോയിൽ താങ്കൾ അവരുടെ ബോസാണ്. ഫ്ലൈറ്റ് യാത്രക്ക് താങ്കൾ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. എന്റെ പേര് പറഞ്ഞ നാട്ടിൽ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്ന കുട്ടികളല്ല, പെൺകുട്ടികളെ അങ്ങനെ വില കുറച്ച് കാണണ്ട. പക്ഷേ പ്രക്ഷോഭ് താങ്കളുടെ ശിഷ്യനാണല്ലോ, അപ്പൊ അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണല്ലോ, അതൊരു ഫാക്ട് ആണല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാര്യത്തിൽ അപ്ലിക്കബിൾ ആണോ എന്നും കൂടെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചോളൂ.